എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ യാത്ര ചെയ്തതിൽ ഏറ്റവും സന്തോഷകരമായൊരു യാത്രയും സന്തോഷം നിറഞ്ഞ ഒരു കൂടിച്ചേരലും എല്ലാ ഹാപ്പിനെസ്സും നമ്മൾ ആഗ്രഹിച്ചതിലപ്പുറമൊക്കെ നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അൽഹംദുലില്ലാ അതൊക്കെ ഒരു സന്തോഷം വരല്ലേ. ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ, എല്ലാവർക്കും സ്വാഗതം. അവളെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ. വൈബ് ആരതേ കണ്ടോ? അമ്പിളിനെ കാണാല്ല, കണ്ടെടുക്കാം. മക്കളെ ജീവിതത്തിൽ ഈ സന്തോഷം നീ കിട്ടൂല കേട്ടോ, ഈ വൈബൊന്നും കിട്ടൂല. ഇതിപ്പോൾ ഒരു വീതി കുറഞ്ഞ സ്ഥലം കേട്ടോ, ഒരുപാട് വീതിയൊന്നുമില്ല. കുറച്ചങ്ങ് പോയിട്ട് തിരിച്ചു വരും. വൈബ് എന്താ, പച്ച നെൽപ്പാടങ്ങൾ, പച്ചപ്പിൻ്റെ കായലിൻ്റെ വക്കത്ത് വീട് വെച്ച് താമസിക്കുന്ന ആളുകൾ. എന്താ വൈബില്ലേ? മഴ ഇത് വെള്ളം കയറി കഴിഞ്ഞാൽ ഒക്കെ അകത്തായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലത്തെ സെറ്റപ്പ് വേണം, ഫില്ലറിൽ വീണ് പണിതിട്ട് മുകളിലേക്ക് പണിയാം. ഫില്ലറിൽ സ്ലാബ് ഇട്ടിട്ട് ഈ വീട് ഉഷാറായി, വെള്ളം കയറില്ല. ഇതൊക്കെ അവരുടെ സ്വന്തം വഞ്ചീകരം. ആ രണ്ട് വീടും ഒരേപോലെ. എല്ലാം പോയി. ബേബി എങ്ങനെ ഉണ്ട് ടൂറ്? അടിപൊളിയാ. ജീവിതത്തിൽ ആദ്യമായി ഹൗസ് ബോട്ടിൽ കയറുന്നു. ബേബി അല്ലെങ്കിൽ ടൂറൊന്നും ചെറുപ്പകാലത്തൊന്നും പോയില്ല. അതൊക്കെ കല്യാണം കഴിച്ചിട്ടാണ് എങ്ങോട്ടേലൊക്കെ പോയിട്ടുള്ളൂ. കുറച്ചൊക്കെ പോയിരുന്നു, പണ്ടൊന്നും പോയില്ലല്ലോ. അപ്പോൾ ഗേസ് കണ്ണുകൾ എൻജോയ്മെൻറ്റ് മാഷല്ലാ. ബേബിയൊക്കെ വളരെ ഹാപ്പിയാണ്. ബേബിയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഉള്ളപ്പോഴൊക്കെ ഓരോ ടൂറ് പോകുമായിരുന്നു ലാസ്റ്റിൽ. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം പോയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഞാനും പെണ്ണൊന്നും ജീവിതത്തിൽ ടൂറ് എന്ന് പറഞ്ഞ സംഭവം പോയിട്ടില്ല. വളരെ കുറഞ്ഞ ഹണിമൂണ് കാര്യങ്ങളൊന്നും നമുക്കൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലം. അങ്ങനൊന്നും നിയമമല്ലല്ലോ നാട്ടിൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ അൽഹംദുലില്ലാ ബേബിയൊന്നും ഇല്ലെങ്കിലും ഞങ്ങളിടക്ക് ഹണിമൂണൊക്കെ ടൂറൊക്കെ പോകാറുണ്ട്. എന്താ മട്ടം ഉഷാറല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇടയ്ക്കൊക്കെ വരാമല്ലോ. കായലും പിന്നെ എന്താ പറയുക, ബോട്ട് യാത്രകളൊക്കെ നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാ. എന്താ വൈബ് കാര്യങ്ങൾ, സന്തോഷത്തിൻ്റെ അങ്ങേത്തല എന്ന് പറഞ്ഞാൽ കാരണോല അതിലേറെ. കാരണോലൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടോ. ചേട്ടായി ഇത്ര ചിരിച്ച് ഹാപ്പിയായിട്ട് മുതിച്ച് കണ്ടിട്ടില്ല എന്നാണ് അടുത്ത കാലത്തൊന്നും. അമ്പിളിനെ കളിപ്പിക്കണു, ബേബിനേറ്റ് തമാശകൾ പറയുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ വളരെ ഹൈർ, സന്തോഷം. ഇൻഷാ അല്ലാ കാണാമൊക്കെ ബാക്കി. അപ്പോൾ നമുക്ക് വരുന്ന കോഫി വരുന്നുണ്ട് കേട്ടോ, കോഫി ഉണ്ടാവും. അതിനകത്തേക്ക് എന്താ കടി നോക്കാം നമുക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ വൈബ് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു അനൗൺസ് വന്നു, കോഫി റെഡിയാണ്, കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോട്ട് യാത്ര ഇവിടെ ഏകദേശം തീരാറായിട്ടുണ്ട്. ലാൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈബ് കണ്ടാൽ ഇവരങ്ങ് കുറച്ചുകൂടി പോകാനുണ്ട്, പക്ഷേ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ തീരും എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരം നമുക്ക്. അപ്പോൾ ഏതായാലും നമുക്ക് ചായ കുടിയിലേക്ക് പ്രവേശിക്കാൻ നോക്കാം. അപ്പോൾ നല്ല കാപ്പിയും നല്ല അടിപൊളി എന്താ പറയുക ഉള്ളിവട, സൂപ്പർ ഉള്ളിവട ബിസ്ക്കറ്റ്, ഇതാണ് ഇവിടുത്തെ ചായ കേട്ടോ. സംഭവം സൂപ്പറാണ്, അടിപൊളി ചായ ആയിരുന്നു കേട്ടോ, വളരെ ഉഷാർ. ചാണ്ടി അല്ലേ? ആ കാണണ്ട ചാണ്ടി ലൈക്ക് പാലസ് റിസോർട്ട്. ചാണ്ടി മരിച്ച ചാണ്ടി മന്ത്രിയായിരുന്നു ചാണ്ടി എന്ന് പറയുന്നത്.
അവിടെ നമ്മൾ ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലാണ് ഇപ്പോൾ. ഇത് ആലപ്പുഴ ടൗണിൽ റംദാൻ്റെ സെറ്റപ്പാണ് കാണുന്നത്. ഫുൾ മലയാളി കേരളീയർ നമ്മുടെ കേരളത്തിലുള്ള പല ആളുകളും ടൂറിസ്റ്റ് മേഖലയിൽ ഇവിടെ വന്നിട്ട് മറ്റേ മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും ഇഷ്ടംപോലെ ആളുകൾ വന്ന് ബോട്ടിൽ കയറി പോകുന്നതും തിരിച്ചിറങ്ങുന്നതും ഒക്കെ അവിടെ തന്നെയാണ്. റംദാൻ വൻ വൈബാട്ടോ അവിടെ കാണാൻ. പൊന്നോ, സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് സെൽഫികളൊക്കെ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ്. മൂത്താപ്പയും ബേബിയും മരുമകനും ബേബിയൊക്കെ നിന്നിട്ട് എല്ലാവരും സെൽഫിയൊക്കെ എടുത്തു. അവിടെ ലാൻഡിങ്, ബോട്ട് ലാൻഡിങ് ഉണ്ട്. ഞങ്ങൾ റമദ റെസ്റ്റോറൻ്റാണ്, ഇൻ്റർനാഷണൽ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവരെ ഏരിയ ഉണ്ട് ഈ കാണുന്ന ബോട്ടുകൾ. മൊത്തത്തൊക്കെ അവരെ അണ്ടറിൽ പെട്ട ബോട്ടുകളാണ്. അവിടെ വന്ന് സ്റ്റേ ചെയ്യുക ആളുകൾ, അവിടെ നിന്ന് കയറുക, അവിടെ ലാൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ ലാൻഡിങ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളെ ലാൻഡിങ്ങിലേക്ക് പോയിന്റിലേക്ക് എത്താറായി ഏകദേശം. നമ്മൾ തുടങ്ങിയ അവിടെ തന്നെ നമ്മൾ ബോട്ട് ചെന്ന് അവസാനിക്കുന്നുള്ളതാണ്. മറ്റുള്ള എല്ലാ ബോട്ടുകളെയും പോലെ അല്ല, ഇവർക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു ഏരിയ വരുന്ന ആളുകൾക്കും അതുപോലെ അവിടെ ഒരു സ്വന്തമായിട്ടൊരു ബൗണ്ടറി ഉണ്ട്. ഗ്രൂപ്പുകൾ കുറേ ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ, ഒത്തിരി ബോട്ടുകളുണ്ട് കേട്ടോ. വൻ സെറ്റപ്പാണ്. നമ്മളെ മരിച്ച ചാണ്ടി മന്ത്രിയുടെയൊക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറഞ്ഞിരുന്നു നേരത്തെ. അങ്ങനെ ഏകദേശം തീരുവാണ് കേട്ടോ. അപ്പോൾ മക്കളെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ റിസോർട്ടുകളാണ്. ഇതൊക്കെ ഭാവിയിൽ തകർത്ത് അടിച്ചു കയറി വരുന്ന റിസോർട്ടുകളാണ് കേട്ടോ. പുതിയ പുതിയ റിസോർട്ടുകൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടം പോലെ ടൂറിസ്റ്റിന് സാധ്യതകളുള്ള മേഖലയായി മാറി കഴിഞ്ഞു ആലപ്പുഴ ഹൗസ് ബോട്ടൊക്കെ. നമുക്കിപ്പോൾ ഈ വെള്ളത്തിൽ കാണുന്ന ആ ഒരു ചെറിയ ചെറിയ കുറ്റികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓരോ ബൗണ്ടറി ലൈനുകളാണ്. ഓരോ ബോട്ടുകൾ സഞ്ചരിക്കാനും അവർക്കൊക്കെ അടയാളങ്ങൾ കിട്ടാനൊക്കെ ഉള്ള സൂചനകളാണെന്നാണ് കാക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം ഏകദേശം. നിങ്ങൾ വെയിറ്റ് ചെയ്യാനുണ്ടോ, കുറച്ചുകൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവമാണ് മക്കളെ. ഇതൊക്കെ ആസ്വദിച്ച് മനുഷ്യൻ പണ്ടാരടങ്ങി എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ഒരു ആസ്വാദനം ജീവിതത്തിന് കിട്ടിയില്ല കേട്ടോ. നമ്മൾ പൊതുവേ ടൂറിലൊന്നും നമുക്ക് വലിയൊരു ഇത് കിട്ടാത്ത ഒരാളായിരുന്നു. സാഹചര്യങ്ങളും അനുകൂല സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും നമ്മളിത് അങ്ങോട്ട്
അപ്പോളേ മക്കളെ ഇതുണ്ട് നിങ്ങൾ വലിയൊരു ഇരുമ്പിൻ്റെ കൂടാരം. അത് ഈ ഈ കായലിനെ അപ്പുറം ഇപ്പുറം ബന്ധിപ്പിക്കാനുള്ളൊരു പാസേജാണ് കേട്ടോ, ഒരു നടപ്പാലം. വൻ സ്ട്രോങ്ങിൽ വൻ പദ്ധതിയായിട്ട് വന്ന സാധനമാണത്. നല്ല സെറ്റപ്പിലാണ് ഇതിൻ്റെ എല്ലാ പരിപാടികളും. റൗണ്ട് ആകൃതിയിലാണുള്ളത്. അത് ഭയങ്കര പ്ലാനിങ്ങും ഭയങ്കര കൗതുകത്തിൻ്റെ സംഭവമൊക്കെയാണ് കാണാൻ കേട്ടോ. ഭയങ്കര പ്ലാനിങ്ങാണ് സംഭവം. അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ട്. നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പാലമാണ്. അതിൻ്റെ ഫൂട്ടേജും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ഉണ്ട് കണ്ടിട്ട്. ഫുൾ ഫില്ലറിൽ കുട്ടികൾക്ക് നല്ല ഫില്ലറിൽ അടിച്ച് വിളിച്ച് കൊടുത്തിട്ടുണ്ട് സാധനം കേട്ടോ. അപ്പോൾ അത് നല്ലൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും അൽഹംദുലില്ലാ നമ്മളെ യാത്ര ഇവിടെ ഏകദേശം തീരാറായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഒരു ബോട്ട് മുങ്ങിയതിൻ്റെ ഒരു സംഭവം കാണാനുണ്ട്. അപ്പോൾ നമ്മളത് കാണിക്കുന്നുണ്ടല്ലോ അതിനകത്ത്. നേരത്തെ ഒരു ബോട്ട് മുങ്ങിയതാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ആളപായമൊന്നും ഉണ്ടായില്ല. കാരണം അവിടെ ഒരു 25-30 അടി താഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ ബോട്ട് ഈ വെള്ളത്തിനെന്ന് പറയുന്നത്, കായലിന്. അപ്പോൾ എന്താ കണ്ടങ്ങൾ സ്വന്തം അത് മറ്റേ ചെറിയ യാത്രക്കാരാണ്. ഇത് സ്വന്തം ഫാമിലി. അവിടെ ഈ കായലിൻ്റെ സൈഡിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് വള്ളങ്ങളുണ്ടാവും. അവരുടെ ആവശ്യങ്ങൾക്ക് മറ്റ് വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ വള്ളങ്ങളിലാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ചെറുവള്ളങ്ങളുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും ഒരുപാട് കാഴ്ചകൾ. ഇത് വർക്ക്ഷോപ്പാട്ടോ, ബോട്ടുകൾ റിപ്പയറിങ് ചെയ്യുന്ന വർക്ക്ഷോപ്പുകളാണ് ഇതിൻ്റെ പുറകിൽ കാണുന്നത്. ഈ ബോട്ടിൻ്റെ പുറകിൽ കാണുന്നത് കേട്ടോ. അത് റിസോർട്ടാണ്, അടിപൊളി റിസോർട്ടാണ്. അവർക്കൊക്കെ സ്വന്തമായിട്ട് ബോട്ടുകളുണ്ട്. കണ്ടോ, ഒരു കൊച്ചു ബോട്ട് പോകണുണ്ടോ. സത്യത്തിൽ ഇതുപോലുള്ള ബോട്ടുകൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും സുഖം എന്നാണ് പറയണത് കാക്കൂറ്റൊക്കെ. എന്താ വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ 1 മണിക്കൂർ ഇതിനൊക്കെ റേറ്റിന് സാധനം കിട്ടും. അത് വലിയ പൈസ ഒന്നും ആവില്ല. അത്യാവശ്യം ആൾക്ക് കയറാനും പറ്റും. വലിയൊരു എമൗണ്ട് ഇല്ലാത്തൊരു സംഭവമാണ് ആ ബോട്ട്. അതും അതിൽ ചെറുതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എടുക്കുകയാണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറിനൊക്കെ ചുറ്റി കറങ്ങാനൊക്കെ ധാരാളം മതി. ഈ ബൗണ്ടറി കാണുതാ, ഈ ബൗണ്ടറിക്കകത്താണ് പിന്നെ അവിടെ ഒരു ബോട്ട് മുങ്ങി കിടപ്പുണ്ട് കുറച്ചപ്പുറത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറുവള്ളങ്ങൾ പോകണ്ട, ചെറു ബോട്ടുകളെ, അതൊക്കെ ഭയങ്കര സംഭവമായിട്ട്. കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഊട്ടി പോയിട്ടുണ്ട് അല്ലെങ്കിൽ വയനാട് പോയിട്ടുണ്ട്, ഒന്നുമല്ല. ഇതൊരു എൻജോയ്മെൻറ്റാണ്. ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. ഊട്ടി മൈസൂർ എന്നൊരു യാത്ര വൈബാണ്. പക്ഷേ ഇതങ്ങനെ അത് ഒരുപാട് ആസ്വദിക്കാണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ ഇതിനകത്തുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ യാത്ര ഏകദേശം അവസാനിക്കാറായിട്ടോ. ഇവിടെ കാണുന്നത് എന്താ പറയുക, ഒരു ബോട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടപ്പുണ്ട്. കുറച്ച് മുമ്പേ സംഭവിച്ചാണ് ഇത്രേ. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന 2 യന്ത്രങ്ങൾ, ഒന്ന് JCB ആണ്, ഒന്ന് മറ്റേത് ഈ വെള്ളത്തിനടിയിൽ നിന്ന് മണ്ണ് പുറത്തേക്ക് അടിച്ച് കയറ്റിയിട്ട് അവിടുന്ന് ലോറിയിൽ കയറ്റി കൊണ്ടുപോകാം. റോഡ് പണിക്കൊക്കെ വേണ്ടിയിട്ട് മണ്ണിൻ്റെ ആവശ്യത്തിന്, മണ്ണിൻ്റെ ക്ഷാമം കൊണ്ടാണ് അവിടെ മണ്ണ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഈ കായലിൽ തന്നെ അവർ മണ്ണ് കയറ്റി കൊണ്ടുപോകണമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കാക്കൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ കേസ് നമ്മളിനി അടുത്ത പരിപാടി ചെറിയൊരു ബീച്ചുണ്ട്. ആ ബീച്ചിൽ പോയിട്ട് നമ്മൾ നേരെ വണ്ടി കയറി ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. ലാസ്റ്റ് ഇനിയിപ്പോൾ ഇത് വീഡിയോ നീട്ടി കൊണ്ടുപോകുന്നില്ല, അതിപ്പോൾ 3ാമത്തെ പാർട്ടായില്ല, അത് മതി. ഇതിൽ നമ്മൾ അവസാനിപ്പിക്കുകയെ. അപ്പോൾ നമുക്ക് ആ ബീച്ചിലത്തെ വിശേഷം കൂടി അറിയാം. എത്രത്തോളം ഉണ്ടെന്നുള്ള അറിയില്ല, പോയി നോക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ ബീച്ചിലെത്തി. ബീച്ചിലിതാ വലിയ സംഭവമൊന്നുമില്ല, സിമ്പിളാണ്. നമ്മളെ കോഴിക്കോട് ബീച്ചിൻ്റെ അതിലേറെ ഒന്നുമില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അത്രയും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് സംഭവം. പക്ഷേ ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ബീച്ചാണെങ്കിലും കൂടിയിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നല്ല മഴക്കാലാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കാലാവസ്ഥ കണ്ട് വളരെ മോശമായി തോന്നി കേട്ടോ. അബിയേ, ഇതേതാ ബീച്ച്? മാരാരി ബീച്ച് അല്ലേ? നല്ല ബീച്ചാ, അടിപൊളി സെറ്റപ്പ്. ആലപ്പുഴയിലെ ഒരു സെറ്റപ്പ് ബീച്ച് അല്ലേ? ഒരു മഴക്കാറുണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ പോയല്ലോ അല്ലേ? അതെ. അല്ല മഴ ചാറുന്നുണ്ട് ഇവിടെ. അപ്പോൾ കേസ് മഴയ്ക്ക് സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ മാരാരി ബീച്ചിൽ നിന്ന് ഞങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്ക് കയറി പരിപാടി കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻപുള്ളി പോവാന്ന് പറയുന്നുണ്ട്, കാരണം മഴ ചാൻസ് ഉണ്ട്, അതാ പ്രശ്നം. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നാട്ടിലെത്തി, ആലുവയിലെത്തി. അവിടെ ഖവാലി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, വൻ റെസ്റ്റോറൻറ്റ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷം കൂടി അറിയാം. ഫുഡും കാര്യങ്ങളും എങ്ങനെയൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ജ്യേഷ്ഠൻ്റെ മോക്ക്
പെണ്ണിന് ഒരേ നിർബന്ധം ഭക്ഷണം കഴിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ കവാലി റെസ്റ്റോറൻറ്റ് കയറി ഞങ്ങൾ സീറ്റൊക്കെ കിട്ടി. സീറ്റിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്തായാലും നല്ല സ്പേസുള്ള ഒരു ഹോട്ടലാണ്, റെസ്റ്റോറൻ്റാണ്. ഭയങ്കര സെറ്റപ്പാണ് അവിടെ. വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ്. അൽസാജി ഹോട്ടൽ ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണെന്ന് ഇവർ പറഞ്ഞു. പക്ഷേ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ സമയം കിട്ടില്ല. ഈ ഖവാലി റെസ്റ്റോറൻറ്റിൽ ഇരുന്നാൽ കാണുന്നൊരു കാഴ്ച കേട്ടോ. അതൊരു പാലമാണ്. ഈ പുഴക്ക് കുറുകെയുള്ള പാലമാണ്. വലിയൊരു പാലമാണ്. ഇവിടെ മൊത്തം പുഴ കേട്ടോ. വൻ പുഴയാണ്. ഭയങ്കര സെറ്റപ്പ്. നല്ല വ്യൂ ആണ് കാണാനൊക്കെ. കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൻ സെറ്റപ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് കാറ്റൊക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വളരെ റാഹത്തായി കാര്യങ്ങളൊക്കെ. ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ റാഹത്തായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട്. അതാണ് ആ പാലം. നമ്മൾ അന്ന് കണ്ടിരുന്ന ആ പാലമാണിത്. ഞങ്ങൾ പാലത്തിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. വളരെ ഉഷാറ്, വളരെ റാഹത്തുള്ള സന്തോഷം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.